കേരളം ആവേശപൂർവ്വം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ദിവസമാണ്. അന്തിമ ശതമാന കണക്കുകൾ വരുന്നതേയുള്ളൂ. വരുമ്പോഴത് ഒരു 72-73% എത്തും എന്നാണ് വിലയിരുത്തൽ. അതിശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലടക്കം കനത്ത പോളിംഗ് ശതമാനം എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ, അടിയൊഴുക്കുണ്ടോ എന്ന ചോദ്യം പ്രധാനമാണ്. അതോടൊപ്പം ഇന്നും വോട്ടെടുപ്പ് ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങളായും മുഖ്യമന്ത്രിയുടെ ഇ.പി. ജയരാജൻ ശകാരമായുമൊക്കെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞത്. ഇ.പി. ജയരാജൻ ബി.ജെ.പിയുമായി നടത്തിയെന്ന് പറയുന്ന ചർച്ചയാണ്. അത് വരും ദിവസങ്ങളിലേക്കുള്ള നീളുന്ന ചർച്ചയാണ്. CPM പ്രതിരോധത്തിലുമാണ്. അവസാന ദിവസത്തെ വിവാദ വിളവെടുപ്പിൽ ആർക്കാണ് നേട്ടം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ അബിൻ വർക്കി, ശ്രീ നിതിൻ കണിച്ചേരി, ശ്രീ ശ്രീപത്മനാഭൻ എന്നിവർ ചർച്ചയിൽ ചേരും. അതിനു മുൻപ് അന്തിമ ശതമാന കണക്കുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഔദ്യോഗികമായി വോട്ടെടുപ്പ് പൂർത്തിയായി 2 മണിക്കൂർ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഫൈനൽ പോളിംഗ് പെർസെൻറ്റേജ്? ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ ബൂത്തുകളിൽ ഇപ്പോഴും നീണ്ട നിരയുണ്ടോ? ഷഫീദ്, ചുരുങ്ങിയ വാക്കുകളിൽ. അശ്മി, ഉറപ്പായിട്ടും സംസ്ഥാനത്തെ ചില ബൂത്തുകളെങ്കിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടരുകയാണ്. നേരത്തെ ഈ 6 മണിക്ക് മുൻപ് തന്നെ ഈ പോളിംഗ് ബൂത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി ടോക്കൺ വാങ്ങിയവരാണ് ഇപ്പോഴും കാത്തു നിന്ന് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവർ. അതേസമയം ഏറ്റവും ഒടുവിലത്തെ കണക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. 7:45 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം 70 കടന്നിരിക്കുന്നു. 70.03% സംസ്ഥാനത്ത് ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ കാര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 77%. ഇനി വരുന്ന കണക്കുകൾ നോക്കണം. ഒരു പക്ഷേ ഒരു നേരിയ വർധനവ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടി കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിൽ അത്രയിലേക്കും ഇത്തവണ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ അടിയൊഴുക്കാണോ, അതോ രാഷ്ട്രീയ സസ്പെൻസ് ആണോ, ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്ന കാര്യമാണോ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പിടികിട്ടുകയുള്ളൂ. അതേസമയം 11ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ 70%-ലധികം പോൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോൾ രേഖപ്പെടുത്തിയത് കണ്ണൂരിലാണ്, 75.32. തൊട്ടു പിന്നാലെ കാസർഗോഡുണ്ട്, 73.84. അതേസമയം ആലപ്പുഴയിൽ 74 കടന്നു, 74.14. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനം കുറവാണ്. തിരുവനന്തപുരത്ത് 66.39, ആറ്റിങ്ങലിൽ 69.36. ഇപ്പോൾ പല ബൂത്തുകളിൽ നിന്നും ഈ വോട്ടിംഗ് മെഷീനുകൾ ഈ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന നടപടികൾ, ആ നീക്കങ്ങൾ പുരോഗമിക്കുന്നു. അതേസമയം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ മൊത്തം സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഉച്ചയോടടുത്തപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അതിന് വീണു. അതേസമയം വൈകുന്നേരമായതോടുകൂടി പല ബൂത്തുകളിലും വലിയ തരത്തിലുള്ള തിരക്കുകളും വലിയ തരത്തിലുള്ള ക്യൂകളും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോയി ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ദിവസം. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്കിതിന്റെ അടിയൊഴുക്കുകൾ, ആർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ ഗുണം ചെയ്തു, ആര് വാഴും ആര് വീഴും എന്നടക്കമുള്ള കാര്യങ്ങളുടെ പൂർണ്ണ ചിത്രം ലഭിക്കും. ഹഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തർ. ഷബിൻ വർക്കിയിലേക്ക് ആദ്യം. ഷബിൻ വർക്കി, നിങ്ങൾ തൂത്തുവാരി 2019 പോളിംഗ് ശതമാനം 77%. അത് സംശയമില്ലാതെ പറയണം രാഹുൽ തരംഗമാണ്. എത്ര കൂട്ടിയാലും 77 എത്താൻ കഴിയില്ല. പരമാവധി അത് ഇപ്പോൾ 70 കഴിഞ്ഞാൽ പരമാവധി 72 അല്ലെങ്കിൽ 73. ആ നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ടോ? EP ഇമ്പാക്ട് ഈ ദിവസം എന്തുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ? അബിൻ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ പാർലമെന്റ് സീറ്റുകളിൽ 20 സീറ്റും നേടി ഞങ്ങൾ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളിപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കണക്കുകൾ അതാണ് പറയുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വികാരം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായ കുറേയേറെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ ഡിലീറ്റഡ് ആയ വോട്ടുകൾ പോലും ക്രമനമ്പറുകളിൽ നിന്ന് മാറ്റാത്തത് കാരണം ശതമാന കണക്കെടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ശതമാനം എടുക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ കുറവുകളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ബൂത്തിൽ തന്നെ ഞാൻ ഇന്ന് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 85 യുവാക്കളാണ് കഴിഞ്ഞ ഒരു കുറച്ചു കാലങ്ങൾക്കുള്ളിൽ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത് ഈ തവണ വോട്ടുണ്ടായിരുന്നവർ. അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ കണക്കുകളുണ്ട്. അവരൊക്കെ വന്നും പോയി ഇരിക്കുന്നവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനത്തിലെ കണക്കുകളുടെ കുറവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ രണ്ടാമത്, ഇപ്പോൾ വന്ന വോട്ടിംഗ് ശതമാനത്തിനപ്പുറം ഇനി വീടുകളിൽ ചെന്ന് 85 വയസ്സിൽ മുകളിലുള്ളവരുടെ വീടുകളിൽ ചെന്ന് വോട്ട് ചെയ്തതിന്റെ കണക്കുകൾ കൂടി വരാറുണ്ട്. അപ്പോൾ അന്നേരത്തേക്കും പ്രതിപക്ഷ നേതാവ് പറയുകയാണ് സ്വതന്ത്രവും നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പൊ സ്വതന്ത്രവും നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അസാധാരണ വാർത്താക്കുറിപ്പ് എന്തെങ്കിലും പേടിയുടെ സൂചനയാണോ അബിൻ? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പൊ നിങ്ങൾ ഇന്ന് കണ്ടതാണ് ഈ കേരളത്തിന്റെ പല ബൂത്തുകളിലും മണിക്കൂറുകൾ, ഏതാണ്ട്
2.5 മണിക്കൂർ 3 മണിക്കൂറുകളോളം തന്നെ ക്യൂ നിൽക്കേണ്ട കാഴ്ച വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലായതിന്റെ പോരായ്മ പല ബൂത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ കംപ്ലൈന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 6 മണിക്ക് ശേഷം കംപ്ലൈന്റ് ആയ സമയം അത്രയും നീട്ടിക്കൊടുക്കാറുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ആ കംപ്ലൈന്റ് ആയ സമയം നീട്ടിക്കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലുടനീളം, ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിൽ നിന്നാണ് നമ്മളിത് പറയുന്നതെങ്കിൽ ശരിയല്ല, പക്ഷെ കേരളത്തിൽ ഉടനീളം ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് പല പാർലമെന്റ് മണ്ഡലങ്ങളിലെയും പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ മെല്ലെപ്പോക്കുണ്ടായി. അത് മാത്രമല്ല, ഇപ്പോൾ വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ലാഗിംഗ് ആയിരുന്നു. ഒരാൾ വോട്ട് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അവർക്ക് എടുക്കേണ്ട സമയം വലിയ ലാഗിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ ക്യൂ നിന്ന് പലരും തിരിച്ചു പോയവരുണ്ട്. ആ തിരിച്ചു പോയവർക്ക് അവർ വീട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ തന്നെ വെയിൽ കനക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നവരാണ് പലരും. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ അതിനനുസരിച്ച് പെരുമാറാത്തത് കാരണം, മെല്ലപ്പോക്കായത് കാരണം പലരും വോട്ട് ചെയ്യാതെ തിരിച്ചുപോയ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതും കൂടി ചേർത്തിട്ടാണ് ഈ വോട്ടിംഗ് ശതമാനം കുറവ് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇതാണ്. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട EP ജയരാജനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് 2 ദിവസമായി ഇവിടെ വാർത്താ കോളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സഖാവ് EP ജയരാജൻ പറഞ്ഞത്, ഞാൻ ഒരു തരത്തിലും ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറഞ്ഞു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ EP ജയരാജൻ പറഞ്ഞത്, ഈ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ കഥ പറഞ്ഞതുപോലെയാണ് ഇന്ന് EP ജയരാജന്റെ കഥ വന്നത്. അതായത് തിരുവനന്തപുരത്തേക്കടെ അങ്ങനെ പോകുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയപ്പോൾ EP ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ കയറി എന്നാലൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പ്രകാശ് ജാവ്ദേക്കർ കരുതി എന്നൊക്കെയാണ് സഖാവ് EP ജയരാജന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. അല്ല, കഥ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ പ്രകാശ് ജാവ്ദേക്കർ, അപ്പൊ EP ജയരാജൻ പറഞ്ഞു, ഒരു നമസ്കാരം പറഞ്ഞു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു. അപ്പം പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു, നമുക്ക് രാഷ്ട്രീയം പറഞ്ഞാലോ? അപ്പൊ EP ജയരാജൻ പറഞ്ഞു, ഇല്ല, രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല, എനിക്ക് തിരക്കുണ്ട്, നിങ്ങൾ ചായ കുടിച്ചിട്ട് പോകും, ഒരുമിച്ച് ഇറങ്ങി, അത്രേ ഉണ്ടായുള്ളൂ എന്നാണ് EP പറഞ്ഞത്. അബിൻ, അതെ അതെ അപ്പൊ ഇത് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കരായ ജനതയാണോ കേരളത്തിലുള്ളത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇതിന്റെ EP ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തുടങ്ങിയതിനു മുമ്പ്, ഈ തുടങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് EP ജയരാജൻ പറഞ്ഞത് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളിൽ പലരും മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വൈദേഹമായിട്ടുള്ള ഇടപാടുകൾ നടന്നത് എന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ മികച്ച സ്ഥാനാർത്ഥിയാണ്. ഈ CPM EP ജയരാജനെ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ 5ഓളം മികച്ച സ്ഥാനാർത്ഥികൾ BJPക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് V മുരളീധരൻ, അതുപോലെ തന്നെ സുരേഷ് ഗോപി, അതുപോലെ തന്നെ കോഴിക്കോട് MT രമേശ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. അതാ MT രമേശിന്റെ അഭ്യർത്ഥനയിൽ EP ജയരാജന്റെ അപ്രീസിയേഷനോട് കൂടിയുള്ള സ്ഥാനാർത്ഥിയാണ് താൻ എന്ന് എഴുതി വെച്ച് BJPക്കാരന് അഭ്യർത്ഥന കൊടുത്തിട്ട് പോലും ഇവിടെ ഒരു CPMകാരനും അതിനെ തള്ളിപ്പറയുകയോ EP ജയരാജനെ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. EP ജയരാജൻ നമ്മുടെ മുമ്പിൽ വന്ന് പച്ചക്കള്ളം പറഞ്ഞു. എന്താണ്? ഞാൻ ജാവദേക്കറെ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യമില്ല, എന്റെ മകൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ന് അതേപോലെ യൂട്ടേൺ അടിച്ചു. എന്ത് പറഞ്ഞു? ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ആ കഥക് തുറന്നപ്പോൾ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പ്രിയപ്പെട്ട EP ജയരാജൻ കഥക് തുറന്ന് പ്രകാശ് ജാവദേക്കറെ കണ്ടു. എന്തുണ്ട് കഴിക്കാൻ എന്ന് ഹോട്ടലാണെന്ന് കയറി ബാർബർ ഷോപ്പിൽ ചോദിച്ചതുപോലെ നമുക്ക് കുറച്ച് രാഷ്ട്രീയം സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് തിരക്കൊണ്ട് പോകണം, അതുകൊണ്ട് താങ്കൾ ഒരു ചായ കുടിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി ചായ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതൊക്കെ വിശ്വസിക്കുന്ന നിഷ്കളങ്ക ലോകമാണോ? അതും മാത്രമല്ല, ഇന്ന് സഖാവ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് അത് നമ്മൾ ആരും ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിണറായി വിജയൻ ഇത് തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? പ്രകാശ് ജാവദേക്കറെ കാണുന്നതിൽ തെറ്റില്ല. പ്രകാശ് ജാവദേക്കറെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശ്രീ ഹാഷ്മി, അതിലൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? 2021 പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചതാണ്. അദ്ദേഹം പൂർണ്ണമായ സംഘടനാ ചുമതലയുള്ള BJPയുടെ നേതാവാണ്. ഈ BJPയുടെ നേതാവ് കേരളത്തിൽ വരുന്നത് സംഘടനാ പ്രവർത്തനത്തിന് മാത്രമാണ്. എന്ത് കാര്യത്തിനാണ് പലതവണ ഈ സ്റ്റേറ്റ്മെന്റ് അടിവരയിട്ട് പറയുന്നു, പലതവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രകാശ് ജാവദേക്കറെ കാണാനിടയായ സാഹചര്യം എന്താണ്? ഒന്ന്, ഞാനിപ്പോൾ ഇന്റർനെറ്റ് മുഴുവൻ പരിധി നോക്കി. പ്രകാശ് ജാവദേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പൊതുപരിപാടിയുടെയും ചിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ പലതവണ
BJPയുടെ സംഘടനാ പ്രഭാരി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കുശല സംഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്? EP ജയരാജൻ കണ്ടതിനെ ഇന്ന് ജാഗ്രത കുറവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോ പിണറായി വിജയൻ കണ്ടതിനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ജാഗ്രത കുറവ് നന്ദകുമാറിന്റെ കാര്യത്തില ജാഗ്രത കുറവ് നന്ദകുമാറിന്റെ കാര്യത്തില കേട്ടോ. ജാവദേക്കറുമായി സന്ദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നത്തില്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ നന്ദകുമാറിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2011 വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. ഈ നന്ദകുമാറിനും VS അച്യുതാനന്ദനും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. വിവാദ ദല്ലാൽ എന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഏത് നന്ദകുമാർ എന്നാ ചോദിച്ചത്. 2011 തന്നെ അദ്ദേഹം VS അച്യുതാനന്ദനുമായി കൂട്ടിക്കിഴിച്ചുകൊണ്ട് CPM-ന്റെ ഗ്രൂപ്പ് പോരിൽ നന്ദകുമാറിന് വലിയ പങ്കുണ്ടെന്ന് ഈ സാക്ഷാൽ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ നന്ദകുമാറിനെ പറ്റിയാണ് അദ്ദേഹം ഇന്നും നിൽക്കട്ടെ. സഖാവ് EP ജയരാജന് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം നമുക്കറിയാലോ. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു 2 പ്രതികരണം കേട്ടിട്ട് ഞാൻ ഇതിലേക്കാണ്. നവകേരള യാത്ര ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി? എന്നെ കാണാമെന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത്. ഞാനവിടെ പോലും വളരെ കുറവാണ്. ഞാൻ എവിടെയാണ് ഉള്ളതെന്നൊരാൾ മകനോട് ചോദിച്ചു. അച്ഛൻ എവിടെയുണ്ട്? ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ്, പിന്നെ ഇവിടെ ഉണ്ടെന്ന്. ഒരു 10 മിനിറ്റ് കാണുമ്പോൾ കാണാം രണ്ടാളിങ്ങനെ കയറി വരും. അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കർ അല്ലേ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേക്ക് കൂടി പോകുമായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. ഞാൻ പറയുന്നത് CPM-നകത്ത് ഒരു EP അല്ല, 1000 EP ജയരാജന്മാരുണ്ട്. ആ ആലപ്പുഴയിൽ ഒന്ന് ചെന്ന് ചോദിച്ചാൽ നമ്മുടെ സുധാകരൻജി പറയും, സ്വകാര്യമായിട്ട് നിങ്ങൾ ചോദിക്കണം. കോൺഗ്രസ്സിലെ സുധാകരൻജി മാത്രമല്ല, മൊത്തത്തിൽ CPM-ലും ഇതുപോലത്തെ ധാരാളം അസ്വസ്ഥതകളുണ്ട്. അതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊട്ടിപ്പുറപ്പെടും. ഒരു സംശയം വേണ്ട, 2 മുന്നണികൾക്കും വലിയ തകർച്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. ശ്രീ നിതിൻ കണിച്ചേരി, ഇവിടെ നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ പ്രധാന നറേറ്റീവ് എന്താണ്? കേരളത്തിലെ നിങ്ങളുടെ എതിരാളി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവർ BJP-യുമായി എക്കാലവും അവിശുദ്ധ ബന്ധം വെക്കാനാണെന്നൊക്കെയല്ലേ? പൂരത്തിന് 7 നിലയിൽ പൊട്ടിയൊരു നിലയമിട്ട് പോലെ നറേറ്റീവിനെ EP ജയരാജൻ തൂക്കി കടലെറിഞ്ഞ ദിവസമാണ്. ആ കാഴ്ചയാണ് ജാവദേക്കർ ചർച്ച സ്ഥിരീകരിച്ചതിലൂടെ സംഭവിച്ചത്. ജയരാജൻ യഥാർത്ഥത്തിൽ CPM-ന്റെ ശത്രുവാണോ അതോ കേന്ദ്ര കമ്മിറ്റി അംഗമായ മിത്രമാണോ? നിതിൻ, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷവാദികളും ഒന്നിച്ചണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പോകും എന്നല്ല, പോയ ആളുകളെയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളോട് മുമ്പിൽ അവതരിപ്പിച്ചത്. കോൺഗ്രസിൽ നിന്ന് പോയ ആളുകളുടെ എണ്ണം KPCC ജനറൽ സെക്രട്ടറി പത്മജയും അനിൽ ആന്റണിയും ഉൾപ്പെടെയുള്ള എത്രയോ നേതാക്കൾ, ആ പോയ ആളുകളെ സംബന്ധിച്ചാണ് ഈ കേരളത്തിലെ ജനം ആശങ്കയോടുകൂടി കണ്ടത്. ആ സാഹചര്യത്തിലാണ് മതനിരപേക്ഷമായ ചേരിയിൽ എങ്ങനെ കോൺഗ്രസിന് BJP-ക്കെതിരായി വിശ്വസിക്കാൻ പറ്റും എന്ന ചോദ്യം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ചോദിച്ചത്. ഇവിടെ നിങ്ങളിപ്പോൾ പറയുന്നത്
ജയരാജൻ തന്നെ ആ കാര്യം സഖാവ് ഇ പി ജയരാജൻ തന്നെ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ വിഷ്വൽ കാണിച്ചല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സൗഹൃദ സന്ദർശനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നു, പ്രകാശ് ജാവദേക്കർ അവിടെ വരുന്നു, അദ്ദേഹത്തെ കാണുന്നു. ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ സ്വാഭാവികമായും ആ അതിഥിയെ സ്വീകരിച്ചിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകും. അതെല്ലാം മനുഷ്യരാണല്ലോ. അങ്ങനെ നിഷ്കളങ്കനാവല്ലേ എന്ന് പറഞ്ഞാൽ അതുവഴി പോകുമ്പോഴേക്കും എന്താണ് നമ്മുടെ ഈ പ്രകാശ് ജാവദേക്കർക്ക് വേറെ ഒരു പണിയില്ലാത്ത ആളല്ലേ? എന്താണ് മുൻ കേന്ദ്രമന്ത്രിക്ക് വേറൊരു പണിയില്ലാത്ത ആളാണ്. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ഇ പി ജയരാജന്റെ വീട്, ആഹാ എന്നാ ഒന്ന് കയറി കളയാം എന്ന് പറഞ്ഞ് കയറുന്നു. അതിനകത്ത് കയറി എന്നാ നമുക്കൊരു രാഷ്ട്രീയം പറയാൻ ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. ഇതിങ്ങനെ അങ്ങ് വിഴുങ്ങണമെന്നാണോ CPM പറയുന്നത്, ഇ പി ജയരാജൻ പറയുന്നത്? അത് പിണറായി വിഴുങ്ങിയിട്ടില്ലല്ലോ സാർ, അത് പിണറായി വിഴുങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെയല്ല ആഷ്മി, അങ്ങനെയല്ല. പിന്നെ ആഷ്മി, ഞാനത് പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾ ഇ പിയെ മാത്രമല്ല ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ടാവും. പ്രകാശ് ജാവദേക്കർക്കും BJP നേതാക്കളുടെയും പണി എന്താ? എവിടെയും ചൂണ്ടയും കൊണ്ട് നടന്ന ആരെങ്കിലും കൊത്തുമോ എന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകാം. അവർ ഇ പി ജയരാജനോട് കാണാൻ പോയിട്ടുണ്ടാവും. നേതാവ് ഒരു പണിയുമില്ലാതെ നിൽക്കുന്ന കൊത്താം പരുവത്തിന് പിളർന്നിരിക്കുന്ന ഒരു വായു ഉണ്ടാവണം. ഇപ്പൊ നിതിൻ ഗഡ്കരിയുടെ വരുമോ? ഇപ്പൊ നിതിൻ ഗഡ്കരിയുടെ പ്രകാശ് ജാവദേക്കർ വരുമോ വീട്ടിലോട്ട്? BJP-യിലേക്ക് പോരുന്നോ എന്ന് ചോദിച്ചു വരുമോ? വരില്ല. MP രാഷ്ട്രീയ വീട്ടിലോട്ട് വരുമോ? അല്ല, പോവില്ല. അതിനുള്ള മറുപടി പറഞ്ഞല്ലോ. അതിന് വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടയാളാണ് ഇ പി ജയരാജൻ. എക്സ്പോസ്ഡ് ആവുകയാണെന്ന് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം. അയാൾ ഈ പാർട്ടി പ്രവർത്തകരെ വഞ്ചിച്ചു എന്ന് എക്സ്പോസ്ഡ് ആയ ദിവസമാണ്. വാദമല്ലേ BJP-യുടെ ആഷ്മി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിൽക്കുന്ന സഖാവ് ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം ഈ കേരളത്തിലെ എല്ലാ ജനത്തിനും അറിയാവുന്നതാണ്. ഇ പി ജയരാജൻ കടന്നു വന്ന വഴികളെ സംബന്ധിച്ച് ഞാനത് വിശദീകരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാ ജനത്തിനും അറിയാം. വെടിയുണ്ട ഇപ്പോഴും ശരീരത്തിൽ കൊണ്ടു നടക്കേണ്ടി വരുന്ന രാഷ്ട്രീയ നേതാവാണ്. ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത അബിൻ വർക്കിയുടെ KPCC-യുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന നേതാവ് കൊല്ലാൻ വാടകയ്ക്ക് ആളെ എടുത്ത് അയച്ച, അതിൽ പരിക്കുപറ്റിയ എത്രയോ തവണ BJP-യുടെയും RSS-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വധശ്രമങ്ങളിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് സഖാവ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും ജാവദേക്കറുമായി സന്ദർശനം നിതിൻ കണിച്ചേരി ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുലർച്ചെ ആ മുഹൂർത്തത്തിലെങ്കിലും ഈ ജാവദേക്കറുമായുള്ള ചർച്ച സ്ഥിരീകരിക്കുന്ന ഒരു സാമാന്യ ബോധം ഇ പിക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ സാമാന്യ ബോധം ഇപ്പൊ നാളെ പറയാലോ, അത് ഈ ചർച്ച നടത്തുകാർ നാളെ പറയാലോ. സാർ, ഇന്ന് പറഞ്ഞ് നിങ്ങളുടെ തന്നെ സാധ്യതകളെ അടച്ചു കളയാൻ മാത്രം ഇ പിക്ക് നിങ്ങളോട് ശത്രുത എന്തിനാണ്? അതിന്റെ ശത്രുതയല്ല. 2 ദിവസമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ പല കാര്യങ്ങൾക്കും ഇടനിലക്കാരനായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെയും അതിനെ മറപറ്റിക്കൊണ്ട് BJP-യുടെ നേതാക്കളുമൊക്കെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണത്തിന് മറുപടി പറയണ്ടേ? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സഖാവ് ഇ പി അതിന് മറുപടി പറയണ്ടേ? ആ മറുപടിയാണ് സഖാവ് ഇ പി പറഞ്ഞത്. ആ മറുപടി കൊണ്ട് അല്ലെങ്കിൽ ഇ പി പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന ഒരു വാചകം കൊണ്ട് ഇ പിയുടെ രാഷ്ട്രീയ ജീവിതത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം, മായ്ച്ചു കളയാം എന്ന് പിന്നെ അവിടെ പറഞ്ഞു വന്ന ഭാഷയിൽ, കണ്ണൂർ ശൈലിയിൽ, അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു റിബൽ ഭാഷയിൽ ഞാൻ ആരോടും ചോദിക്കേണ്ടതില്ല. BJP-യിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നി ഞാനങ്ങ് പോവും എന്ന് കെ സുധാകരൻ പറഞ്ഞൊരു വാക്കിന്റെ ഒരു ഭാഗം എടുത്തു വെച്ച് കെ സുധാകരൻ BJP-യിലേക്കാണെന്ന് പറയുന്ന നിങ്ങൾ, അവിടെ NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ മോദിക്കൊപ്പം ഒരു ചായ കുടിക്കാൻ പോയതിനെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പ്രേമചന്ദ്രൻ BJP-യിലേക്കാണെന്ന് പ്രചണ്ഡമായ പ്രചരണം നടത്തിയ നിങ്ങൾ, പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജന്റെ വീട് തേടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു. ജാവദേക്കർ പറയുന്നു ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് പറയുകയാണ്. എന്താണ് ജാവദേക്കർ രാഷ്ട്രീയ പ്രവർത്തനം? BJP-യിലേക്ക് ആളെ കൂട്ടുക. കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെ കൂട്ടാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ പറയുകയാണ് അയ്യോ പാവം, ഒരു സൗഹൃദ സന്ദർശനം അല്ലേ, ഇതൊക്കെ കേരളം അങ്ങ് വിശ്വസിക്കണം അല്ലേ നിതിൻ? ആഷ്മി, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആളുകളെ പിടിക്കുന്ന BJP-യുടെ രാഷ്ട്രീയ ലൈൻ അതാണല്ലോ. ആളുകളെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശ് കൊടുത്തോ പ്രലോഭിപ്പിച്ചോ കൊണ്ടുപോവുക എന്ന പണി BJP ഇന്ത്യയിൽ കുറെ കാലമായി നടത്തിയിട്ട് ഇതിനു മുമ്പ് ആഷ്മി ആ വാർത്ത ഓർക്കുന്നുണ്ടോ? രാഷ്ട്രീയ ബോധ്യമില്ലാതെ നട്ടല് വളവളാ നിൽക്കുന്ന ആൾക്കാരില്ലേ? രാജ്യസഭാ അംഗം എന്നുള്ള നിതിൻ കണിച്ചേരി കാണാൻ വേണ്ടി രാഷ്ട്രീയ ബോധ്യമില്ലാതെ BJP-യിലേക്ക് വരുന്നോ എന്ന ചോദ്യത്തിന് സാർ, ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും രാഷ്ട്രീയ ബോധ്യമില്ലാതെ നട്ടലിങ്ങനെ വളവളാന്ന് റബ്ബർ പോലിരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ജാവദേക്കർ പോവൂ, പണവുമായിട്ടാണെങ്കിലും എന്ത് പദവിയുമായിട്ടാണെങ്കിലും. ഇപ്പൊ നിതിന്റെ വീട്ടിലോട്ട് വരുമോ ജാവദേക്കർ?
അല്ല, അതിനുള്ള വരുന്നോ മറുപടി നിതിനെ ഇപ്പി ബി ജെ പിയിലോട്ട് കൊടുത്തല്ലോ. കോടികൾ തരാം എന്ന് നോക്കൂ, പറഞ്ഞാൽ നിതിൻ അതിനുള്ള വരുമോ? മറുപടി, വീട്ടിലോട്ട് അതിനുള്ള വരുമോ? മറുപടി ആഷ്മി അതിനുള്ള മറുപടി കൊടുത്തല്ലോ. അതിനുള്ള മറുപടി, നിങ്ങൾ എന്തിനാണ് വന്നത്, അത് നടക്കില്ല, അത് വേണ്ട, ആ വർത്തമാനത്തിന് ഇല്ല എന്ന് പറഞ്ഞു എന്ന് ഇ പി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കണം. അത് എന്തുകൊണ്ട് മുകളിലേക്ക് എടുക്കുന്നില്ല? നമ്മളൊന്ന് വിശ്വസിക്കണം അല്ലേ? ഇതിനു മുമ്പ് ഇതുവരെ നന്ദകുമാറിനെ ആരെന്ന് അറിയില്ലെന്ന് പറഞ്ഞ ആളാണ് ഇ പി. ഭരണപരമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു എം പി നന്ദകുമാർ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇ പി. എന്നിട്ട് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ജാഥ വരുന്ന ആ ദിവസം നന്ദകുമാർ അമ്മയ്ക്ക് ഹാരമണിയിക്കാൻ പോയി കുശലം പറഞ്ഞ ആളാണ് ഇ പി. അപ്പൊ ഇ പി പറയുന്ന മുഖവരിക്ക് എടുക്കണം. ഇ പി പറയുന്നത് 90% കള്ളമാണ് നിതിൻ. അത് ആഷ്മിയുടെ തോന്നലാണ്. അല്ലെന്നേ, ആഷ്മിയുടെ ഞാൻ തെളിവടക്കം പറയാം. ഇ പി പറയുന്നത് ഞാൻ തെളിവടക്കം പറയാം. ഇ പി പറഞ്ഞ കള്ളങ്ങൾ തെളിവടക്കം പറയണോ? എത്ര ജാവേദ്കർ ആഷ്മി ജാവദേക്കറെ കണ്ടു എന്നും ജാവദേക്കർ രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് ഇ പിയുടെ വിഷൽ നിങ്ങൾ കാണിച്ചതല്ലേ? ഈ ചാനൽ ചർച്ച തുടങ്ങുമ്പോൾ ആഷ്മി തന്നെയല്ലേ കാണിച്ചത്? ആ സാധനം കാണിച്ചതല്ലേ? പിന്നെ ഈ ദല്ലാളുമായിട്ടുള്ള ഇത്തരം ആളുകളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അതല്ലേ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി അത് നിങ്ങൾ കാണിച്ചല്ലോ. ഇത്തരം ആളുകളുമായി ബന്ധമുണ്ടാക്കുമ്പോൾ പുറത്തേണ്ട ജാഗ്രതയിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ അതാണ് CPM-ന്റെ നിലപാട്. പിന്നെ ഇവിടെ നിങ്ങൾ ഇതിന്റെ ഭാഗമായി ഇതിൽ നിന്ന് CPM ഏതെങ്കിലും തരത്തിൽ BJP-യുമായോ RSS-ഉമായോ ബന്ധമുണ്ടാക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ നോക്കണ്ട. വരുത്തി തീർക്കേണ്ട കാര്യമുണ്ടോ സാർ? സാർ ഇ പി എക്സ്പോസ്ഡ് ആയി നിൽക്കുകയല്ലേ? സാർ ഇ പി എക്സ്പോസ്ഡ് ആയി നിൽക്കുകയല്ലേ? അബിൻ വർക്കി പറയുന്നു ഒരേ ഒരു പ്രസ്ഥാനം എന്ന് ആര് പറയുന്നു? എന്നെങ്ങനെ വിശ്വസിക്കും? നിതിൻ, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം BJP-യുടെ ചുമതലയുള്ള ഒരു കേന്ദ്രമന്ത്രി പദത്തിലില്ലാത്ത BJP-യുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രം വരുന്ന ഒരാളുടെ ക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി വീട്ടിൽ കയറ്റിയിരുത്തി രാഷ്ട്രീയം സംസാരിച്ചുവെങ്കിൽ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് നിതിൻ? അത് ഇ പിയുടെ മാത്രം താല്പര്യമെന്ന് ആർക്കറിയാം? അബിൻ വർക്കി പറയുകയാണ് ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ 6 BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്, അത് ഈ ഡീലിന്റെ ഭാഗമല്ലെന്ന് ആർക്കറിയാം? ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിൽ BJP-യുമായാണ് പോരാട്ടം, ഈ ഡീലിന്റെ ഭാഗമല്ലെന്ന് ആർക്കറിയാം? നിതിൻ, ഹാഷ്മി ഇ പി പറഞ്ഞതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ എടുക്കുന്നത്. ഇ പി പറഞ്ഞല്ലോ അയാൾ വന്നു കണ്ടു, അത് കണ്ട് രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് ആവശ്യമില്ല, അതിൽ താല്പര്യനല്ല എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ഇ പിയുടെ നെഞ്ചത്തേക്ക് തന്നെ ഈ വാചകങ്ങളെല്ലാം കൊണ്ട് വെക്കേണ്ട കാര്യം എന്താ? ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതാണോ പ്രശ്നം? KPCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള് പോയി, AK ആന്റണിയുടെ മകൻ BJP സ്ഥാനാർത്ഥിയായി. എത്രയോ ആളുകൾ അങ്ങനെ നിങ്ങൾ കോൺഗ്രസിനെ എഴുതി തള്ളിയതല്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസിനെ BJP-യുടെ ബി ടീമാക്കിയതല്ലേ? ഇപ്പൊ KPCC-യുടെ പ്രസിഡന്റ് സാർ നിങ്ങൾ കോൺഗ്രസിനെ എഴുതി തള്ളിയതല്ലേ സാർ? ഞങ്ങൾ ആക്കണ്ട, നിങ്ങൾ കോൺഗ്രസിനെ ബി ടീമാക്കിയതല്ലേ? അതിനുള്ള മറുമരുന്നായി, അതിനുള്ള രക്ഷകനായി ഫാസിനെതിരെ പോരാട്ടമായി നിങ്ങൾ അവതരിപ്പിച്ചത് ആരെയാണ്? നിങ്ങളെയാണ്. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്താണ് പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയത് BJP-യിലേക്ക് പോവാൻ. നിതിൻ, നാണമുണ്ടോ കോൺഗ്രസിനെ പിന്നെ കുറ്റം പറയാൻ? സന്ധി ചെയ്യില്ല, RSS-ഉമായി സന്ധി ചെയ്യില്ല, BJP-യുമായി സന്ധി ചെയ്യില്ല CPM എന്ന് ഈ നാട്ടിൽ പറഞ്ഞത് CPM-കാർ മാത്രമല്ല, വേറെ എത്രയോ ആളുകൾ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ ആഷ്മി? ഇതിനിടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പത്രസമ്മേളനം നടത്തിയ എത്രയോ ആളുകൾ പറഞ്ഞു ഫാസിസവുമായി സന്ധി ചെയ്യില്ല CPM എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞത് CPM-കാർ മാത്രമല്ല, CPM-ന്റെ അനുഭാവികൾ മാത്രമല്ല, എത്രയോ മുഖ്യമന്ത്രി പറയുന്നുണ്ട് രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകൾ വരെ പറഞ്ഞു. ആ കാര്യത്തിൽ BJP-യുമായി വിശ്വാസത്തിന്റെ മണ്ടക്കാണ് സാർ ഇ പി ജയരാജൻ. ആ വിശ്വാസത്തിന്റെ മൂർധാവിനാണ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇന്ന് ആപ്പടിച്ചിറക്കിയത്. ആ വിശ്വാസത്തിന്റെ മൂർധാവിനാണ് നിതിൻ ഇന്ന് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആപ്പടിച്ചിറക്കിയത്. ആ വിശ്വാസത്തിന്റെ മൂർധാവിലാണ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവ്, കേരളത്തിലെ പിണറായി കഴിഞ്ഞാൽ രണ്ടാമൻ ആപ്പടിച്ചിറക്കിയത് വിശ്വാസത്തിന്റെ മൂർധാവിനാണ് നിതിൻ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് സഖാവ് ഇ പി ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ കാലത്തെങ്കിലും അത് വ്യക്തമാക്കേണ്ടതുണ്ട്. ആ വ്യക്തമാക്കുകയാണ് ഇ പി ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഇങ്ങനെ ഒരു പരവരപ്പ് ഉണ്ടാക്കി വെക്കുന്നു. CPM-ന്റെ
ആരാ പറഞ്ഞത്? പരപരപ്പുണ്ടാക്കി വെച്ചു. ഏത് മാധ്യമങ്ങൾ? ഏകോദര സഹോദരങ്ങളെ ആരുണ്ടാക്കിയെന്നാണ്? EP ഏകോദര സഹോദരനെ പോലെ കാണും ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനം നടത്തി. തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ പത്രങ്ങൾ വാർത്ത കൊടുക്കലല്ലേ ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? EP-യുടെ മകൻ എന്റെ വാട്സാപ്പിലേക്ക് അയച്ച വാട്സാപ്പ് ചാറ്റ് കാണിക്കാം, ഡൽഹിയിലേക്ക് അയച്ചെന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കാം, EP-യുടെ മകനെ എന്താണ് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് ആർക്കൊപ്പം കണ്ടുവന്ന കാര്യം പറഞ്ഞത് വാർത്തയാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് EP സ്ഥിരീകരിക്കാണ് ഇതൊക്കെ. ആ ശോഭാ സുരേന്ദ്രൻ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയതിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാത്ത ആഷ്മി? അതുണ്ടല്ലോ ചർച്ചയിൽ. അത് ചർച്ചയില്ല. ശോഭാ സുരേന്ദ്രൻ വാങ്ങി എന്നാണല്ലോ അയാൾ പറഞ്ഞത്. അത് ചർച്ചയില്ല സർ. ആ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ക്രെഡിബിലിറ്റി ആണോ നിങ്ങൾ ഈ ചർച്ചയിൽ EP-യെ പോലെ ഒരാൾക്കെതിരായി രാഷ്ട്രീയത്തിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്നത്? 2-3 ദിവസമായി പറഞ്ഞു നിൽക്കാനെങ്കിലും EP ജയരാജൻ ഇന്ന് രാവിലെ പ്രകാശ് ജാവദേക്കറുമായുള്ള സന്ദർശനം സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. താങ്കൾക്ക് ഇങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. അത് സ്ഥിരീകരിച്ച വാർത്ത EP-യുടെ ഭാഗത്തു നിന്ന് ആ മണ്ടത്തരം ഉണ്ടായിരുന്നില്ലെങ്കിൽ, രാഷ്ട്രീയ മണ്ടത്തരം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇതിന് EP സമ്മതിക്കുകയാണ്. EP അങ്ങ് സമ്മതിക്കുകയാണ്. ബിജെപിയുടെ പ്രചാരകനെ ഞാൻ വന്ന് കണ്ടു. ബിജെപിയുടെ പ്രചാരകൻ എന്റെ ഫ്ലാറ്റിലേക്ക് വന്നു. ഏറ്റവും ചുരുങ്ങിയ പക്ഷം തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും അത് പുറത്തു പറയാതിരിക്കാനുള്ള മര്യാദ EP കാണിക്കണ്ടേ? അതിന് രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയില്ലേ? അത് കള്ളത്തരമാണെങ്കിൽ കൂടിയും. നിതിൻ, ആഷ്മി, അതെല്ലാം ആഷ്മിയുടെ തോന്നലാണ്. ആഷ്മിയുടെ എല്ലാ തോന്നലും തിരുത്താൻ ഞാനല്ല. ഞാൻ എന്റെ വാദമാണ് പറയുന്നത്. ആഷ്മിക്ക് അങ്ങനെ വിശ്വസിക്കാം. EP ചെയ്തതിൽ മണ്ടത്തരമുണ്ടോ എന്നോ രാഷ്ട്രീയ മര്യാദകളുണ്ടെന്നോ ഞാൻ കരുതുന്നില്ല. EP ചെയ്തത് കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിനകത്ത് CPM-നെ ഇത്തരത്തിൽ BJP-യുമായി കൂട്ടിക്കെട്ടാൻ നടക്കുന്ന ഒരു ശ്രമത്തെ EP പൊളിക്കുകയാണ് ചെയ്തത്. EP എന്താണ് ഉണ്ടായത് എന്ന വസ്തുത ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. സത്യമായി വിളിച്ചു പറഞ്ഞു. അല്ലാതെ ഇവിടെ പറയുന്ന പോലെ നിങ്ങളുടെ ആരോപണങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ആരോപണങ്ങളാണ്. ആരോപണങ്ങളല്ല. തെരുവിൽ നിന്നൊരു പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് CPM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പിഴച്ച കൂട്ടുകെട്ടാണെന്ന് പറയുകയാണ്. തിരുത്തുകയാണ് തെരുവിൽ നിന്ന്. സാധാരണ നിങ്ങളുടെ പാർട്ടി അങ്ങനെയാണോ ചെയ്യാറ്? സാധാരണ നിങ്ങളുടെ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്തില്ലേ? താക്കീതാണെങ്കിൽ ശാസനയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി തീരുമാനത്തിൽ വാർത്താക്കുറിപ്പായോ അല്ലാതെയോ അല്ല വരിക. പിണറായി വിജയൻ പറയേണ്ടത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് ദിവസം ആയതുകൊണ്ടാണ്. ജനങ്ങളുടെ മുമ്പിലാണ് CPM-ന്റെ എല്ലാ കാര്യവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് പറയാറുള്ളത്. ആ ജനങ്ങളുടെ മുമ്പിൽ തന്നെയാണ് EP-ക്കോ അല്ലെങ്കിൽ CPM-ന്റെ ഏത് നേതാവിനും ഒരു പെശക് പറ്റിയാൽ ആ പെശകാണ്, അത് തിരുത്തേണ്ടതാണ് എന്ന് ജനങ്ങളോട് പറയുന്നതിന് എന്തിനാ മടിക്കേണ്ട കാര്യം? കേരളത്തിന്റെ മുഖ്യമന്ത്രി കാലത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ കാലം ഇത്രയും അങ്ങനെ ആയിരുന്നില്ലല്ലോ നിതിൻ. നിങ്ങളുടെ നേതാക്കൾക്ക് ഒരു വീഴ്ച പറ്റിയാൽ നിങ്ങൾ അതിന്റെ സംഘടനാ തലം മുതൽ ചർച്ച ചെയ്തില്ലേ? ചർച്ച ചെയ്ത് എന്ത് ശിക്ഷാ നടപടിയോടെന്ന് ആലോചിക്കില്ലേ? ആലോചിച്ച ശേഷം തീരുമാനത്തിലെത്തില്ലേ? അതിനുശേഷം വാർത്താക്കുറിപ്പായോ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമായിട്ടല്ലേ ശിക്ഷാ നടപടി പ്രഖ്യാപനം വരിക? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എപ്പോഴും അധിക്ഷേപിക്കാറുള്ള മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ഇന്ന് ജയരാജന് ശിക്ഷാവിധി പ്രഖ്യാപിച്ചതും ശിക്ഷാവിധി വിധിച്ചതും എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് ദിവസം ആയതുകൊണ്ടാണ്. തിരിച്ചടിയാവുന്നത് ഉള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് CPM-ന്റെ അല്ല, അത് CPM-ന്റെ സംഘടനാ സംവിധാനങ്ങളും ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് രാഷ്ട്രീയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. ആ സാഹചര്യത്തിൽ EP ഇന്ന് ചെയ്തതും അത് തന്നെയാണ്. EP ഇന്ന് ആ സത്യം ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയതും രാഷ്ട്രീയമായി CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ വോട്ടുകളെല്ലാം ആഷ്മി പെട്ടിയിലേക്കായി കഴിഞ്ഞല്ലോ. ഈ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കാണാം. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞതല്ല, മനസ്സിലാക്കിയത് എന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് അവസാനം ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ഇതിനെ ബന്ധപ്പെടുത്തിയതേ ഇല്ല. EP ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ CPM-ന്റെ മുതിർന്ന മുഖങ്ങളിൽ ഒരാൾ, BJPക്ക് മറ്റ് ഔദ്യോഗിക പദവികളൊന്നുമില്ലാത്ത RSSകാരനായ ഒരു പ്രഭാരിയെ വീട്ടിൽ വന്ന് ചർച്ച നടത്തുകയും സൗഹൃദം വെച്ച് പുലർത്തുന്നതിലും ഒരഭംഗിയുമില്ല എന്നാണ് നിതിൻ പറയുന്നതെങ്കിൽ ഓക്കെ, ഞാൻ വിട്ടു. ശ്രീ VP ശ്രീധരൻ എന്താണ് ഇനി ജയരാജൻ അല്ല ചർച്ച നടത്തി എന്ന് EP പറഞ്ഞിട്ടില്ല. അത് ആഷ്മിയുടെ വാചകമാണ്. ചർച്ച നടത്തിയിട്ടില്ല. അത് EP പറയുന്നതല്ലേ? അത് EP പറയുന്നതല്ലേ സാർ? അത് EP പറയുന്നതല്ലേ? തൽക്കാലം വിട്ടിക്കട്ടെ, ഞാൻ എത്താം. ഇപ്പൊ EP പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ EP പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മുൻ കേന്ദ്രമന്ത്രി, ഒരു മുൻ പരിസ്ഥിതി മന്ത്രി, BJPയുടെ ചുമതലക്കാരനായ ഒരാൾ വെറുതെ വന്ന് EP-യുടെ വീട്ടിൽ കയറി എന്നങ്ങ് വിശ്വസിക്കണം. എന്നിട്ട് EP പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി എന്നങ്ങ് വിശ്വസിക്കണം അല്ലേ? ശരി, അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ എത്താം. ശിവനാഭൻ, ഇവിടെ നിതിൻ കണിച്ചേരി പറഞ്ഞതുപോലെ നിങ്ങൾ ചൂണ്ടയുമായി നടക്കുകയാണ്. EP-യെ കിട്ടുമോ, പിണറായിയെ കിട്ടുമോ,
കുഞ്ഞാലിക്കുട്ടിയെ കിട്ടുമോ, ആരെ കിട്ടുമോ നിങ്ങൾ ചൂണ്ടയോ നടക്കുകയാണ്, ആണോ? അല്ല, ഞങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട്. ചില ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ട് സമീപിക്കും, ചില ആൾക്കാർ ഞങ്ങൾ ഇങ്ങോട്ട് സമീപിക്കും. ഈ ആൾക്കാരുമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. അത് ഇന്ത്യ മുഴുവൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹേമന്ത ബിശ്വ ശർമ്മ വന്നത്, അങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വന്നത്, അങ്ങനെയാണ് നമശിവായം വന്നത്. അപ്പോൾ ഇത് ഒരു പ്രോസസ്സാണ്, അത് ഇനിയും തുടരും. അത് കേരളത്തിലുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ വന്നിട്ടുണ്ട്, ചില ആൾക്കാർ വന്നിട്ടില്ല. അത് രണ്ട് ഭാഗത്തുനിന്നുമുണ്ട്, ഇടതുപക്ഷത്തു നിന്നുമുണ്ട്, വലതുപക്ഷത്തു നിന്നുമുണ്ട്, അതായത് UDF നിന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഈ ചർച്ച വീണ്ടും തുടരും. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു എന്താ പറയുക വിഷമമില്ല അത് പറയാൻ. ഫുൾ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കരുത്. വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നോക്കുക, കാത്തിരുന്ന് കാണാം. ഞങ്ങൾ പക്ഷേ ഡീറ്റെയിൽസ് മുഴുവനായി ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് മര്യാദയല്ല. പൈപ്പ്ലൈനിലാണ് സ്റ്റിൽ അങ്ങനെ പലരായിട്ടും, നോട്ട് വാസ് ജസ്റ്റ് 1%, വേറെ ആൾക്കാർ പൈപ്പ് ലൈനിലുണ്ട്. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത്, ഇനി ഇപ്പോൾ ഈ ജയരാജൻ BJP-യുടെ ചർച്ചയുടെ വിവരങ്ങൾ വെളിപ്പെട്ടതിലും നേട്ടം UDF-നാകാനല്ലേ വഴി? അതല്ലേ യുക്തി? പോളിംഗ് കഴിയുമ്പോഴും മോദി പറഞ്ഞ ഡബിൾ ഡിജിറ്റ് എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ ശ്രീധരനാഭൻ? ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാലോ, ഞങ്ങൾ ഒന്നിലധികം ലോക്സഭാ സീറ്റുകൾ കേരളത്തിൽ ജയിക്കും. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആളുകൾ കേരളത്തിലും BJP-യിലേക്ക് വരും. അത് ഇടതുമുന്നണിയിൽ നിന്നും വരും, കോൺഗ്രസ് മുന്നണിയിൽ നിന്നും വരും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ പലരുമായി സംസാരിച്ചിട്ടുണ്ട്, പലരും ഞങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2024 ശേഷം, അതായത് ജൂൺ മാസം 4-ാം തീയതിക്ക് ശേഷം നമുക്കത് കാണാൻ സാധിക്കും. ശരി, ഞാൻ അങ്ങനെ താമസിച്ചു. അബിൻ വർക്കി, ഇവിടെ ദല്ലാൽ നന്ദകുമാർ അന്ന് പറഞ്ഞ ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്ന് EP ജയരാജൻ പറഞ്ഞു വിശ്വസിക്കണം? എപ്പോഴാണ് ഈ പറയുന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്ര യാത്ര കണ്ണൂരിൽ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിവായി ഓടിപ്പടഞ്ഞെത്തിയായിരുന്നു ഇവിടെ ദല്ലാൽ അമ്മയ്ക്ക് ഹാരമണിക്ക്, എന്നിട്ട് കുരിശിലപ്പുറത്ത് ഒക്കെ നടത്തി. എന്നിട്ടും ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്ന് EP പറഞ്ഞു. അത് നമ്മൾ വിശ്വസിക്കണം, അത് കേരളം അങ്ങ് വിശ്വസിക്കണം. ഇതിപ്പോൾ ഇന്ന് പറയുന്ന പോലെ ജാവദേക്കർ വന്നു കണ്ടു, ഈ പറഞ്ഞ ഒന്നും സംഭവിച്ചില്ല, രാഷ്ട്രീയം പറയാമെന്ന് ജാവദേക്കർ പറഞ്ഞു, പറ്റില്ല എന്ന് EP കർശനമായി കടുത്ത ഭാഷയിൽ പറഞ്ഞു. ഒരുമിച്ചിറങ്ങിപ്പോയി. അതല്ല, അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അബിൻ, അതായത് ശ്രീ നിതിൻ കണിച്ചേരി ഇപ്പോൾ പറഞ്ഞത് EP ജയരാജൻ ഇന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം, അതാണ് ഏറ്റവും അവസാനത്തെ വാക്കെന്നാണ്. അപ്പം ശ്രീ EP ജയരാജൻ ഇന്നലെ പറഞ്ഞതിനെ നമ്മൾ വിശ്വസിക്കേണ്ടായിരുന്നു. കാരണം ഏപ്രിൽ 25-ാം തീയതി അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് യാതൊരു വിധത്തിലുള്ള ചർച്ചയും ആരുമായിട്ടും നടത്തിയിട്ടില്ല, എൻ്റെ മകൻ്റെ ഫോണിലേട്ട് ആരും വിളിച്ചിട്ടില്ല, എന്നെ കാണാൻ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിൽ ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയോ ചർച്ചയോ നടത്തിയിട്ടില്ല എന്ന് ഇന്നലെ പറഞ്ഞ EP ജയരാജന്റെ പ്രസ്താവന അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടായിരുന്നു. ഇന്നലെ വരെ CPM-ന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞതാണ് EP ജയരാജന്റെ അവസാനത്തെ അഭിപ്രായമെന്നും അതാണ് വിശ്വസിക്കേണ്ടതെന്നും. ഇന്ന് EP ജയരാജൻ രാവിലെ തിരുത്തി പറഞ്ഞു, താൻ കണ്ടിട്ടുണ്ടെന്നും തന്റെ മകന്റെ ഫ്ളാറ്റിൽ ജാവദേക്കർ വന്നിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം. നാളെ EP ജയരാജൻ പറയുകയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവർ ഓഫർ വെച്ചു, ഞാൻ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? നമ്മൾ സത്യത്തിൽ EP ജയരാജൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഉൾപ്പെടെ EP ജയരാജൻ കാലങ്ങളായി CPM-മായി അകൽച്ചയിലാണ്. അദ്ദേഹത്തിന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് നിയമിക്കാതെ വന്നപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് അകൽച്ച തുടങ്ങിയതാണ്. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തതിൽ അദ്ദേഹത്തിന് വൻ അമർഷമുണ്ട് എന്നുള്ള കാര്യം ഈ കേരളത്തിലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ ഇവിടെ CPM-ന്റെ സംഘടനാ ചട്ടക്കൂട് പഠിപ്പിച്ച നിതിൻ കണിച്ചേരി, നമ്മൾ കാലമത്രയും കണ്ട CPM-ന്റെ സംഘടനാ ചട്ടക്കൂട് വെച്ച് കണ്ണൂരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ വ്യക്തി അവിടെ വരുന്ന പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി തന്നെ വിവാദ ദല്ലാളെന്നും വെറുക്കപ്പെടേണ്ടവൻ എന്നും വിളിച്ച സാക്ഷാൽ നന്ദകുമാറിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുമ്പോൾ EP ജയരാജനെതിരെ ഇതേവരെ ഒരു നടപടിയെടുത്ത് നമ്മളാരും കണ്ടിട്ടില്ല. അത് EP ജയരാജന്റെ വ്യക്തമായ അമർഷത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം 5 സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന് പറഞ്ഞു. ആ സ്ഥാനാർത്ഥികളിൽ ഒന്ന് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വൈദേഹം റിസോർട്ടിന്റെ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയും അദ്ദേഹത്തിന്റെ ഭാര്യയും
വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്, ഷെയറിംഗ് പാർട്ട്നേഴ്സ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നിട്ട് CPM മിണ്ടിയിട്ടില്ല. ഇതൊക്കെ EP ജയരാജൻ ചെയ്തതാണ്. പിന്നെ സാക്ഷാൽ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി, TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം പോയി. അതും അദ്ദേഹം വളരെ സ്വാഭാവികമായി പോയി എന്നുള്ളതായിരുന്നു അന്നൊക്കെ നമ്മുടെ CPMന്റെ സഹാക്കന്മാർ പറഞ്ഞത്. പക്ഷേ അതേപോലെ തന്നെയാണ് ഇന്ന് ഈ സഖാവ് EP ജയരാജൻ ഈ ദിവസം രാവിലെ ഇന്ന് വന്ന അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് എന്ന് പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ വളരെ കൃത്യമായ റോള് വളരെ വ്യക്തമാണ്. അദ്ദേഹം ആരാലോ നയിക്കപ്പെടുന്നുണ്ട്. അത് BJPക്കാർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ അവസ്ഥയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം BJPയുടെ കൺട്രോളിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നിതിൻ കണിച്ചേരി ഉത്തരം പറയേണ്ട ചോദ്യം. ഇപ്പൊ S രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു, നിങ്ങൾക്ക് മറുപടി ഒന്നുമില്ല. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു, നിങ്ങൾക്ക് മറുപടി ഒന്നുമില്ല. ഇപ്പോ ഈ പിണറായി വിജയൻ, ഞാൻ ചോദിച്ചതിന്റെ സ്പെസിഫിക് ചോദ്യമാണ്, EP ജയരാജൻ കണ്ടു എന്ന് പറയാനുള്ള മാന്യത, എപ്പോ കണ്ടു, എങ്ങനെ കണ്ടു എന്ന് പറയാനുള്ള മാന്യത കാണിച്ചു. അതിനെയാണ് പിണറായി വിജയൻ തള്ളി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2021 ശേഷം കേന്ദ്രമന്ത്രി പോലും അല്ലാത്ത കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി പല കുറി കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്ത സഖാവ് പിണറായി വിജയൻ എന്തിനാണ് അത് ചെയ്തത്? ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ചോദ്യം. BJPയുടെ റഡാറിൽ പിണറായി വിജയൻ ഉണ്ട്. അതുകൊണ്ടാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ട് അദ്ദേഹത്തിന് നിലപാട് മയപ്പെടുത്തേണ്ടി വന്നത്. കാരണം അദ്ദേഹം പലകുറി കണ്ടിട്ടുണ്ടെന്ന്, ഒരു തവണയല്ല. EP ജയരാജൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ പലകുറി കണ്ടിട്ടുണ്ടെന്നാ. ഈ പലകുറി കാണാൻ ഒരു കോമൺ ഫംഗ്ഷനും പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ 3 കൊല്ലമായി കേരളത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എവിടെ വെച്ച് കണ്ടു? ഏത് സ്വകാര്യ കൂടിക്കാഴ്ചയാണ് കണ്ടത്? എന്തിനാണ് കണ്ടത്? എന്താണ് സംസാരിച്ചത്? ഇതാണ് കേരളം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. EP ജയരാജനിലേക്ക് ചർച്ച മാറ്റി പിണറായി വിജയൻ തടി തപ്പാൻ നോക്കണ്ട. ശരി, നിതിൻ കണിച്ചേരി പറഞ്ഞോളൂ. ഇവിടെ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന ആൾ BJPയുടെ കേന്ദ്രമന്ത്രിയല്ല. ഇപ്പോൾ അദ്ദേഹം BJPയുടെ ദേശീയ നേതാവാണ്, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവാണ്. EP ജയരാജൻ മന്ത്രിയല്ല, LDFന്റെ കൺവീനറാണ്. അപ്പോൾ ഇവരും തമ്മിലുള്ള ചർച്ച ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവത്തിലുള്ളതല്ല. എന്താണ് ഇപ്പോൾ EP ജയരാജൻ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വാതിലിടിച്ച് കയറി പോയി എന്നൊക്കെ ഒന്ന് വിശ്വസിക്കേണ്ട, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് EP സമ്മതിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദല്ലാൽ നന്ദകുമാർ മാത്രമാണ് പാപി, ശിവനുമായി ചേർന്നാൽ ശിവനെ പാപിയാക്കുന്ന പാപി ദല്ലാൽ നന്ദകുമാർ മാത്രമാണ്. BJPയുടെ ദേശീയ നേതാവുമായുള്ള ചർച്ച അത് കുഴപ്പമില്ലാത്ത ചർച്ചയാണ്, അല്ലെങ്കിൽ കാണൽ, അല്ലെങ്കിൽ സൗഹൃദം, അത് കുഴപ്പമില്ലാത്ത സൗഹൃദമാണെന്ന് ഇടതുപക്ഷ മുഖ്യമന്ത്രി പറയുന്നത് എങ്ങനെയാണ്? നിതിൻ കണിച്ചേരി. ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരെ താങ്കളൊന്ന് കാത്തിരിക്കുമെന്ന് ഞാൻ 2 മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾക്ക് താങ്കളുടെ വാദങ്ങൾ പറയാം. നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം അടിസ്ഥാനപരമായ മനുഷ്യരാണല്ലോ. നമ്മൾ യാത്ര ചെയ്യാറുണ്ട്, ഹോട്ടലുകളിൽ താമസിക്കേണ്ടി വരും, ഫ്ലാറ്റിൽ ഒരു പരിപാടിക്ക് പോകും, എല്ലാം ഉണ്ടാവാം. ഇതിനിടയിൽ ഒരാൾ വന്ന് നമ്മളെ കാണുന്നു. ആ കാണുന്ന സംഭവത്തെയാണ് നിങ്ങൾ ചർച്ച നടത്തി എന്ന് ആവർത്തിച്ച് പറയുന്നത്. ചർച്ച നടത്തി എന്ന് ഇവിടെ അബിൻ വർക്കി പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല. 2 ദിവസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് രാമനിലയത്തിൽ വെച്ച് കണ്ടു, ദല്ലാൽ നന്ദകുമാർ പറയുന്നു, മറ്റൊരു തരത്തിൽ ആരോപണം നടത്തുന്നു. ഇതെല്ലാം പറയുമ്പോൾ അതിനെ ഇവിടെ ഈ ദേശീയ തലത്തിലുള്ള ചില നേതാക്കൾ വന്ന് കേരളത്തിലെ CPMന്റെ ഉന്നത നേതാക്കളുമായി വലിയ തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. അവർ BJPയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നെല്ലാം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ പുകമറ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ EPക്കില്ലേ? ആ ഉത്തരവാദിത്വമാണ് EP നിർവഹിച്ചത്. പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ഏത് സാഹചര്യത്തിൽ വന്നു? അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ലാറ്റിൽ വന്നു, കണ്ടു, പറഞ്ഞപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത് എന്നുള്ളതും പറഞ്ഞു. ഇവിടെ അബിൻ വർക്കിയുടെയും അതുപോലെ തന്നെ BJPയുടെ നേതാവ് കൂടെ പറഞ്ഞത് എന്താ? വാദങ്ങൾ പറഞ്ഞത് എന്താ? BJP എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ നേതാക്കളെ ഇത്തരത്തിൽ ചാക്കിലാക്കാൻ പറ്റുമോ എന്ന് നോക്കി അവരുടെ കയ്യിലുള്ള വലിയ അഴിമതി പണവും അവരുടെ അധികാരത്തിന്റെ പല സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറയുമ്പോൾ താങ്കൾ അത് പറയാൻ അനുവദിച്ചില്ല. അമിത്ഷായെ കാണാൻ നേരത്തെ ത്രിപുരയിൽ നിന്നുള്ളൊരു MP, വനിതാ MP പോയി. അമിത്ഷായെ കാണാൻ വേണ്ടി പോകുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലാണ്. അങ്ങനെ പോകുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ കാര്യമൊക്കെ മാറ്റിവെക്കൂ, നിങ്ങൾ BJPയിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് മുഖമടച്ചാട്ടിയിട്ടാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. നമ്മുടെ രാജ്യം ചർച്ച ചെയ്തതല്ലേ? ഈ രാജ്യത്തിനകത്ത് ഇപ്പോൾ BJP CPMന്റെ ജനറൽ സെക്രട്ടറിക്ക് ക്ഷണക്കത്തയക്കുന്നു. ഒരു രാഷ്ട്രീയ പരിപാടിയായി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ കർമ്മത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ ആ കത്ത് CPMന്റെ ഓഫീസിലേക്ക് അയക്കുന്നു. നിങ്ങൾ നാളെ പറയോ CPMലേക്ക് BJPയിലേക്ക് ക്ഷണിക്കാൻ?
അയച്ച ക്ഷണക്കത്താണ് എന്ന് ആഷ്മി വാദിക്കുമോ? ആ ക്ഷണക്കത്ത് കിട്ടി ഒന്ന് പൊട്ടിച്ചു നോക്കേണ്ട ആവശ്യം CPM-ന് വന്നില്ല. ഞങ്ങളില്ല എന്ന് പറയാൻ. എന്നാൽ കോൺഗ്രസ് അതാണോ നിലപാട്? ആ കത്ത് വന്നപ്പോൾ എത്ര ആഴ്ച എടുത്തു കോൺഗ്രസ് അതിലൊന്ന് മറുപടി പറയാൻ? ഇപ്പോ ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് എന്ന് RSS തന്നെ സമ്മതിക്കുന്നു. RSS-ഉം BJP-യും ഒരു നേതാവാണെന്ന് പ്രകാശ് ജാവദേക്കർ അല്ലേ? അതിനെതിരായി പറയാൻ പോലും RSS-ന്റെ ഒരു നേതാവല്ലേ പ്രകാശ് ജാവദേക്കർ? ഒരു ഞാൻ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ഇപ്പോ അപ്പൊ എങ്ങനെ മനുഷ്യയുക്തി വരുന്നത്? നമ്മൾ അപ്പൊ എങ്ങനെ മനുഷ്യയുക്തി വരുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല സർ, അങ്ങനെയല്ല ആവർത്തിച്ചുണ്ടാക്കാൻ നോക്കുന്നത് സർ, അങ്ങനെയല്ല സർ. പ്രകാശ് ജാവദേക്കർ താങ്കൾ ഈ പറയുന്ന റിഗ്രസീവ് നയങ്ങളുടെ ഭാഗമായ RSS-ന്റെ നേതാവല്ലേ? RSS-ന്റെ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകാരനാവുകയും ദല്ലാൽ നന്ദകുമാർ മാത്രം വെറുക്കപ്പെട്ടവനും പാപിയുമാവുകയും ചെയ്യുന്ന യുക്തി എന്താണ്? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മനുഷ്യനെന്ന് വെച്ചാൽ ദല്ലാൽ നന്ദോ മനുഷ്യനല്ലേ? എല്ലാ മനുഷ്യ തുല്യരായി കാണുന്ന എന്താണ് സമശീർഷ ഭാവമാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS-ന്റെ നേതാവാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ട കാര്യമില്ലേ? സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണത്. MP-മാർ RSS-കാരാണല്ലോ. സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണത്. അതാണ് ആഷ്മി, നിങ്ങൾ അതിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണത്. പ്രകാശ് ജാവദേക്കർക്ക് അങ്ങനെ ഔദ്യോഗികമായി ഒരു പണിയുമില്ല. ഇപ്പോ പ്രകാശ് ജാവദേക്കറുടെ പണി BJP-യുടെ കേരളത്തിലെ വളർച്ചയുണ്ടാക്കലാണ്, CPM-നെ തകർക്കലാണ്, കോൺഗ്രസിനെ തകർക്കലാണ്. അയാളുമായുള്ള സൗഹൃദം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കുഴപ്പമില്ല. പ്രശ്നമുണ്ട് നിതിൻ, അതിലൊരു പ്രശ്നമുണ്ട്. ആഷ്മി സൗഹൃദമുണ്ട് എന്ന് എവിടെയാണ് പറഞ്ഞത്? മുഖ്യമന്ത്രി നിങ്ങളോട് പറഞ്ഞോ? EP പറഞ്ഞോ? ആഷ്മി, നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ചയിൽ നിങ്ങളൊരു അവതാരകൻ എന്ന നിലയിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം. നിങ്ങൾക്ക് EP ജയരാജനെ എതിർക്കാം, പിണറായി എതിർക്കാം. കുറച്ചുകൂടി അങ്ങനെ പറഞ്ഞോ? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞോ? EP അങ്ങനെ പറഞ്ഞോ? മനുഷ്യനെ കാണുന്നതും പരിപാടി അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ വെച്ച് ഏതെങ്കിലും ചടങ്ങിൽ വെച്ചല്ല. EP ജയരാജൻ താമസിക്കേണ്ടത് എവിടെയാണ്? ഒരൊറ്റ മിനിറ്റ്. EP ജയരാജൻ താമസിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ AK സെന്ററിന് താഴെയുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസിക്കേണ്ടത്, സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക്. EP ജയരാജൻ അദ്ദേഹത്തിന്റെ മകന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് മകന്റെ ഫ്ലാറ്റിൽ പോകുമ്പോൾ അവിടെ EP ജയരാജൻ ഉണ്ടെന്ന് പ്രകാശ് ജാവദേക്കർ അറിയുന്നത് എങ്ങനെയാണ്? ഒരു അപ്പോയിന്റ്മെന്റും ഇല്ലാതെ, നേരത്തെ ഒന്നും അറിയിക്കാൻ, നേരെ അങ്ങ് പോയി വീട്ടിൽ ചവിട്ടി കയറിയെന്ന് വിചാരിക്കണോ പ്രകാശ് ജാവദേക്കർ? സർ, പ്രകാശ് ജാവദേക്കർ ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ് സർ. പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള തലവനാണ് സർ. ഒരു പണിയില്ല ദീപയുടെ വീട്ടിൽ പോയി കയറുന്ന വിചാരിക്കണോ സൗഹൃദം പുതുക്കാൻ, അല്ല ചായ കുടിക്കാൻ? ഇതൊക്കെ ആരോട് പറയുന്നതാണ് നിതിൻ? സാമാന്യയുക്തിക്ക് പറയണ്ടേ? ആഷ്മി, ഒരൊറ്റ മിനിറ്റ്. ആഷ്മി ഏത് വേണമെങ്കിൽ ആഷ്മിയുടെ ഏത് വാദവും പറഞ്ഞോളൂ. ഞാൻ അതിനെ പൂർണ്ണമായി എല്ലാത്തിനെയും ഖണ്ഡിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾ പ്രകാശ് ജാവദേക്കറുടെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് ആഷ്മി തന്നെ പറഞ്ഞല്ലോ. BJP-യുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ ആ പദവി ഉപേക്ഷിച്ച് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലും RSS നിലയിലും BJP എന്നുള്ള നിലയിലും ഇത്തരത്തിലുള്ള ചാക്കിട്ടുപിടുത്തം നടത്താൻ രാഷ്ട്രീയ തൊഴിലായി ഉത്തരവാദിത്തമായി കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അതാണ് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി EP-യെ കാണാൻ വന്നത് പിണറായിക്ക് പ്രശ്നമല്ലാത്ത എന്താണെന്നാണ് ചോദ്യം. ആ ചാക്കിട്ടുപിടുത്തം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി EP-യെ കാണാൻ വന്ന പ്രകാശ് ജാവദേക്കറെ കണ്ടത് പിണറായിക്ക് ഒരു പ്രശ്നമല്ലാത്തത് എന്താണ്? പിണറായിക്ക് ദല്ലാൽ നന്ദകുമാർ മാത്രം പാപിയാവുന്നത് എങ്ങനെയാണ് നിതിൻ? പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നേ പറഞ്ഞുള്ളൂ. പ്രകാശ് ജാവദേക്കറെ കണ്ടു. ഞാനത് പറയുന്നത് വീണ്ടും വീണ്ടും ആഷ്മി അത് എന്തോ ബോധപൂർവമുള്ളൊരു ശ്രമം പോലെ അത് നിങ്ങൾ നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷ്മി EP-യെ കണ്ടു എന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ല. രാഷ്ട്രീയം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജയരാജ് ഈ സഖാവ് EP-ക്ക് ദല്ലാളും അല്ലെങ്കിൽ ഈ നന്ദകുമാർ ഇത്തരത്തിലുള്ള ആളുകളുമായി ഏതെങ്കിലും ഒരു സൗഹൃദം, അതാണല്ലോ ഇവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞത്. ആ സൗഹൃദത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ EP-ക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി. ഇവിടെ അത് പറയാനുണ്ടായ മുഖ്യമന്ത്രി ജാവദേക്കറുമായുള്ള സന്ദർശനത്തിൽ ജാഗ്രത കുറവുണ്ടായ കാര്യമല്ല പറഞ്ഞത്. നേതാവിനെ കാണുന്നത് എന്തുകൊണ്ടാണ് കുഴപ്പം? ഇല്ല, മുഖ്യമന്ത്രി ജാവദേക്കർ RSS-ന്റെ നേതാവ് വന്ന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ആഷ്മി പറയുന്നത് എന്താ? ജാവദേക്കർ വീട്ടിന്റെ മുമ്പിലേക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത്? സർ, ജാവദേക്കർ വിളിക്കുമ്പോ ജാവദേക്കർ EP ജയരാജനെ കാണാൻ വിളിക്കില്ലേ? ഒറ്റ മിനിറ്റ്. EP ജയരാജൻ ജാവദേക്കറെ കാണാൻ വിളിക്കില്ലേ? EP ജയരാജന് അത്രയ്ക്ക് രാഷ്ട്രീയ ബോധ്യമില്ല. ജാവദേക്കർ ചാക്കുമായുള്ള വരവാണെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ ബോധ്യമില്ലേ? ഇങ്ങോട്ടേക്ക് തൽക്കാലം വരണ്ട, നമുക്ക് കാണണമെങ്കിൽ നമുക്കൊരു പൊതുവിടത്ത് കാണാം എന്ന് പറയാനുള്ള മര്യാദ ഇടതുപക്ഷക്കാരനായ EP കാണിക്കണം സർ. അതിനാണ് സർ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നോക്കൂ,
നോക്കൂ, അതൊരു രഹസ്യ കേന്ദ്രമല്ല. എത്രയോ ആളുകൾ താമസിക്കുന്ന, നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന, ചുറ്റിലും CCTV ഉള്ള വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു ഫ്ലാറ്റിൽ നിങ്ങൾ പറയുന്നത് രഹസ്യ ഞാനുള്ള എന്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ RSS ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ല. ഇപിയുടെ മകൻ താമസിക്കുന്ന സർ, ഞാനെന്ന് പറഞ്ഞാൽ ഇപി എന്ന് പറഞ്ഞാൽ ആരാണ്? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമുള്ള സർ, ഒരു മിനിറ്റ് സർ, ഇപി വ്യക്തിയല്ലല്ലോ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമുള്ള LDF-ന്റെ കൺവീനറുള്ള ഒരു ഫ്ലാറ്റിൽ RSS-കാരൻ, ഒരു RSS നേതാവ് ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ കാണണ്ട എന്ന് പറയുന്നതിന് രാഷ്ട്രീയ ബോധ്യം എന്ന് പറയും. അത് ഇപിക്ക് ഇല്ലാതെ പോയി. ഇടത് രാഷ്ട്രീയ ബോധ്യം എന്ന് പറയും അതിനെ. ഇപിക്ക് ഇല്ലാതെ പോയി, പിണറായിക്കും ഇല്ലാതെ പോകുന്നു ഇപ്പോൾ. ഹാഷ്മിയുടെ വാദം ഞാൻ പറഞ്ഞ ആ വാദം ഹാഷ്മി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ വെച്ച് RSS-കാരനായ ഒരാൾ കണ്ടു. അയാളെ കണ്ടാൽ ഒന്ന് വിഷ് ചെയ്തു. അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അതിഥി എന്നുള്ളതിൽ ഒരുപക്ഷെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം, ചായ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവാം, രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ CPM-ന്റെ മതനിരപേക്ഷമായ നിലവിൽ കേരളത്തിലെ ജനം അംഗീകരിച്ചിട്ടുള്ള ഞാനത് പറഞ്ഞല്ലോ, CPM-നെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകൾ പോലും BJP-യുമായി RSS-യുമായി സന്ധി ചെയ്യാത്ത ഏക പാർട്ടി CPM ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ CPM-നെ പല കാര്യത്തിലും ആക്രമിക്കാൻ വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്. ജൂൺ 4 വോട്ട് മുഴുവൻ പെട്ടിയിലായല്ലോ. നമുക്കറിയാം. ശിവനാഭൻ, ഇവിടെ നേരത്തെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതാണ്, ജാവദേക്കർ ഈ പറയുന്ന പ്രസ്തുത സന്ദർശനത്തിൽ ലാവ്ലിൻ കേസ് അടക്കം എന്ത് കേസും ഒഴിവാക്കി തരാം, നിങ്ങളൊന്ന് തൃശ്ശൂരിൽ ഒന്ന് കണ്ണടയ്ക്കണം, സുരേഷ് ഗോപി ജയിക്കണം, അത്രയ്ക്ക് ഫ്രാൻറ്റിക്കായിട്ട് നിങ്ങൾ ഇവിടെ ജയിക്കാൻ എന്ത് വില കൊടുത്തും ജയിക്കാൻ നടക്കുകയാണോ ശിവനാഭൻ? അല്ല, അതൊക്കെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതല്ലേ. അങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ഏർപ്പാടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിനോടും, അത് ഒരു താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണെങ്കിലും സംസ്ഥാന നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നൊരു നേതാവാണെങ്കിലും അവരോട് സംസാരിക്കാനുള്ള സ്വന്തം ചാനലുകളുണ്ട്, സ്വന്തം സംവിധാനങ്ങളുണ്ട്. ഇയാളെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെന്തോ ആളാവാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയുകയാണ്. അതിലൊന്നും അർത്ഥമില്ല. ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ. ഞങ്ങൾക്കൊരു മടിയില്ലാന്ന്. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ, ഞങ്ങൾ എല്ലാവരായിട്ടും നേരിട്ട് സംസാരിക്കും. അതിന് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. ഒരു പത്രപ്രവർത്തകനെ പോലും ഞങ്ങൾ മധ്യസ്ഥനാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നേരിട്ട് തന്നെ സംസാരിച്ചോളൂ. ജാവദേക്കർ അങ്ങനെയാണ്, എന്തിനാണ് ദല്ലാളിനെ കൂടെ കാണുന്നത്? ജാവദേക്കർ വന്നിറങ്ങുമ്പോൾ ദല്ലാളിൻ്റെ വണ്ടി അവിടെ കിടന്നു എയർപോർട്ടിൽ. അദ്ദേഹം നേരെ പോയി ദല്ലാളിൻ്റെ വണ്ടിയിൽ കയറുന്നു. തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിലടക്കം പലയാവർത്തി ദല്ലാളും ജാവദേക്കർ നടത്തിയ ചർച്ചയെക്കുറിച്ച്, ഇന്നലെ 3 ചർച്ചയെക്കുറിച്ച് പറയാണ് ജാവദേക്കർ. ഒന്നും ഇല്ല എന്ന് ജാവദേക്കർ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ അന്ന്? അല്ല, ജാവദേക്കർ ഈ വിഷയത്തിൽ ആകെ ഒരു ടെലിഫോൺ ഇൻ്റർവ്യൂ ആണ് കൊടുത്തത്. അതായത് EP ജയരാജനായി സംസാരിച്ചിട്ടുണ്ട് എന്ന്. അതിൽ കവിഞ്ഞ് അദ്ദേഹം ഒന്നും കൊടുത്തിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ വരും, പത്രസമ്മേളനം ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ ഒളിച്ചോടാനൊന്നുമില്ല. ഞങ്ങളിത് കൃത്യമായി ഇതിന് വേണ്ട വിശദീകരണങ്ങളും ഉണ്ടായ സംഭവങ്ങളും അതിൽ ഞങ്ങളുടെ വേർഷൻ, ജാവദേക്കറുടെ വേർഷൻ അദ്ദേഹം പറയും. ആ സമയത്ത് നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. താങ്കൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയുമോ ദല്ലാളുമായി ജാവദേക്കർ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടില്ല എന്ന്? അല്ല, ഞങ്ങൾ BJP അത്തരത്തിലെ ആളുകളെ ഞങ്ങൾ ആശ്രയിക്കാറില്ല എന്ന്. ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘടനാ സംവിധാനത്തിന്, സംഘടനാ പ്രവർത്തനത്തിന്, പാർട്ടിയിലേക്ക് ആളെ കൊണ്ടുവരാൻ ഈ ജാതി ആളുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഞങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ചോളുന്നു. എന്താ, ഞങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരല്ലേ. ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിട്ടും മുസ്ലിം ലീഗുകാരായിട്ടും വരെ വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ. BJP-യിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കാൻ. അല്ല, അത് പറഞ്ഞു. PM ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുട്ടിയിലേക്ക് പോലും ഈ വരുന്നുണ്ടോ എന്ന അന്വേഷണം പോയി. ഈ പറഞ്ഞ 3 പാർട്ടികളിലെയും നേതാക്കന്മാരുമായിട്ട് എൻ്റെ നിലവാരത്തിലുള്ള, ജില്ലാ നിലവാരത്തിലുള്ള നേതാക്കന്മാരുമായി വ്യക്തിബന്ധമുള്ളവനാണ് ഞാൻ. എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നേരിട്ട് സംസാരിക്കൂലേ, സഹോദര നിങ്ങൾ പോരുന്നോ BJP-യിലേക്ക്? ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടെന്ന്, അതിനുള്ള നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. എന്തിനാ ഈ തരത്തിലുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ട ഒരാവശ്യം ഞങ്ങൾക്കില്ല. അല്ല, കുഞ്ഞാലിക്കുട്ടിയൊക്കെ വിളിച്ചാൽ വരും എന്ന പ്രതീക്ഷയിൽ വിളിക്കുന്നതാണോ, അതോ വെറുതെ പോയാലൊരു വാക്ക്, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന മട്ടിലാണോ? അല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴൊന്നും പറയില്ല. അതങ്ങനെ പറയാൻ പാടില്ല. അതൊരു മര്യാദയല്ല. ആരൊക്കെ സംസാരിച്ചു, എന്തൊക്കെ സംസാരിച്ചു,
അത് അങ്ങനെ പറയുന്നത് മോശമല്ലേ? അതിപ്പോൾ പറയില്ല. അത് ഞങ്ങളൊരു മര്യാദ പാലിക്കുന്നവരാണ്. ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി മര്യാദയോട് കാണിച്ചോ? വേണ്ടാണ്ട് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി മര്യാദയോട് കാണിച്ചോ? വേണ്ടാണ്ട് പ്രകോപിപ്പിച്ചപ്പം അവരെ വേണ്ടാണ്ട് അറ്റാക്ക് ചെയ്യുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു പോയതാണല്ലോ, നിർബന്ധിതയായതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉപദ്രവിക്കാതെ വരുമ്പോഴാണ്, ഞങ്ങളെ കയറി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ചില പേരുകളൊക്കെ പുറത്തു വരിക. അതിൻ്റെ ആവശ്യമില്ല. ശരി, ഞങ്ങൾ പലരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരെ പേരും ഞങ്ങൾ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. സമയമാകുമ്പോൾ പലരും വരും. ഹാഷ്മി, 24 ജൂൺ 4 കഴിയട്ടെ, BJPയിലേക്ക് പലരും വരും. നിതിൻ, അക്കൂട്ടത്തിൽ EP ഇല്ലെന്ന് ഉറപ്പിക്കാവോ? നിതിന് ഉറപ്പിച്ച് പറയാവോ? കാര്യം ഇന്ന് കെ സുരേന്ദ്രൻ പറയുകയായിരുന്നു BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് EP-യുമായി ചർച്ചകൾ നടത്തിയതെന്ന്. EP എന്നല്ല, CPM-മായി അടുത്ത് നിൽക്കുന്ന ഒരാൾ മുതൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാം. മാത്രമല്ല, ജൂൺ 4 കഴിയുമ്പോൾ ഇന്ത്യയിൽ അധികാരത്തിൽ നിന്ന് BJPയുടെ സർക്കാർ താഴെ ഇറങ്ങുന്നതും ഇന്ത്യയിലെ ജനം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ BJPക്കാർ പറയുന്ന ആരെടുക്കാനും പകുതി സമ്മതം. BJPക്ക് സമ്മതമാണ്, ആരെ വേണമെങ്കിലും എടുക്കാൻ സമ്മതമാണ്. പക്ഷേ CPM-കാരുടെ അടുത്തോ ഇടതുപക്ഷക്കാരൻ്റെ അടുത്തോ ആ വെള്ളം വേവില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ. വേവുന്നവരുണ്ടാവും, പത്മജ ഉണ്ടാകും, അബ്ദുള്ള കുട്ടി ഉണ്ടാകും, അനിൽ ആന്റണി ഉണ്ടാകും, അതുപോലുള്ളവരുണ്ടാകും. പിന്നെ ദല്ലാളുമായിട്ട് BJPക്കാർക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്. എന്തിനാണ് പോയത് എന്ന് തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ ഇതുവരെയും ശോഭാ സുരേന്ദ്രന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരം പണിയാണ് BJP ഇന്ത്യയിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ രാഷ്ട്രസേവനമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമോ എന്നില്ല. അധികാരത്തിലേക്ക് എത്താൻ ഏതെങ്കിലും നിലയിൽ ഇത്തരത്തിലുള്ള ഏത് കുതിര കച്ചവടവും രാഷ്ട്രീയത്തിലെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മര്യാദകൾ മുഴുവൻ ഇല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്വമുള്ള പാർട്ടിയാണ് BJP. അതിന് കാരണവുമുണ്ട്. BJP എന്ന് പറയുന്നത് RSS ആണ്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ. സമയം കഴിഞ്ഞത് ഞാൻ ആദ്യഘട്ടത്തിൽ കുറച്ച് ഇടപെട്ടെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാൻ കുറച്ചെങ്കിലും സമയം കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. പോട്ടെ, നമുക്കിനി വീണ്ടും ഇരിക്കേണ്ടി വരും. എന്തായാലും ഈ ചർച്ച, ഇവിടെ നിൽക്കുന്ന ചർച്ചയിൽ തുടർ ചർച്ചയാകും. ഈ പറയുന്ന എന്ത് പണം, എന്ത് പ്രലോഭനം, എന്ത് വാരിക്കുഴി എന്ന് പറയുമ്പോൾ പോലും അടിയുറച്ച രാഷ്ട്രീയ ബോധ്യമുണ്ടെങ്കിൽ ആ വാരിക്കുഴിയിൽ വീഴാതിരിക്കുക എന്ന് പറയുന്നതാണല്ലോ രാഷ്ട്രീയ ബോധ്യം. അതില്ലാത്തവർ പോവുക തന്നെ ചെയ്യും. എൻകൗണ്ടറിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി.